1885 ഒക്ടോബർ മാസത്തിലെ ഒരു വ്യാഴാഴ്ച. സമയം ഏകദേശം 4 മണിയായി കാണും. ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ മറ്റ് ഭക്തരോടൊപ്പം ഡോക്ടർ സർക്കാർ ഉണ്ടായിരുന്നു. വളരെ തിരക്കുള്ള ഒരു വൈദ്യനായിരുന്നെങ്കിലും അദ്ദേഹം വളരെ സമയം ഗുരുദേവനോടൊപ്പം ചിലവഴിക്കുമായിരുന്നു. ചിലപ്പോൾ ദിവസം മുഴുവനും. ഗുരുദേവൻ്റെ ഭക്തരെ സ്വന്തം ബന്ധുജനങ്ങളെപ്പോലെയാണ് അദ്ദേഹം കണ്ടത്. മാസ്റ്ററുടെ ഗൃഹസ്ഥനായ ഭക്തനാണ് ഇഷാൻ. ഇഷാനെ സംബോധന ചെയ്തുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു, ലോകത്തിൽ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ഈശ്വരനെ സ്നേഹിക്കുകയും അവൻ്റെ മഹത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഭക്തനായ ഗൃഹസ്ഥൻ തീർച്ചയായും ഭാഗ്യവാനാണ്. അവൻ ഒരു ധീരനാണ്. വലിയ ആത്മീയ ശക്തിയില്ലാതെ ഒരാൾക്ക് അത്തരമൊരു ജീവിതം നയിക്കാൻ കഴിയുകയില്ല. ചെളിയിൽ വസിച്ചാലും ചെളി പിടിക്കാത്ത ചെളിമീനിനെ പോലെയാണ് അയാൾ. ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി ജീവിതം നയിക്കാൻ ചില ആത്മീയ ശിക്ഷണങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട്. 1 വർഷമോ 6 മാസമോ 3 മാസമോ അല്ലെങ്കിൽ 1 മാസമോ ആകട്ടെ, അവൻ ഏകാന്തതയിൽ മനസ്സ് ദൈവത്തിൽ ഉറപ്പിക്കുകയും വാഞ്ചയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയും വേണം. അവൻ സ്വയം ഇങ്ങനെ പറയണം, ഈ ലോകത്ത് എൻ്റെ സ്വന്തമെന്ന് ഞാൻ വിളിക്കുന്നവർ 2 ദിവസത്തേക്ക് മാത്രമേ ഇവിടെയുള്ളൂ. ഈശ്വര, നീ മാത്രമാണ് എൻ്റെ സ്വന്തം. നിന്നെ തിരിച്ചറിയാൻ എന്നെ സഹായിക്കുകയില്ലേ? ദൈവത്തെ നേടിയതിനു ശേഷം ഒരാൾക്ക് ഈ ലോകത്ത് ആനന്ദത്തോടെ ജീവിക്കാൻ കഴിയും. കൈകളിൽ എണ്ണ തേച്ചതിന് ശേഷം ചക്ക പൊട്ടിക്കുന്നത് പോലെയാണത്. കയ്യിൽ കറ പുരളുകയില്ല. ലോകം വെള്ളം പോലെയാണ്, മനസ്സ് പാൽ പോലെയുമാണ്. പാൽ വെള്ളത്തിലിട്ടാൽ അത് വെള്ളവുമായി കലരുന്നു. പാലിൽ നിന്നും കഷ്ടപ്പെട്ട് വേർതിരിക്കുന്ന വെണ്ണ നിങ്ങൾക്ക് വെള്ളത്തിൽ സൂക്ഷിക്കാം. അത് വെള്ളത്തിൽ കലരില്ല, പൊങ്ങിക്കിടക്കും. ബ്രഹ്മസമാജത്തിലെ ചില അംഗങ്ങൾ എന്നോട് പറഞ്ഞു, സർ, ലോകത്തോടുള്ള ഞങ്ങളുടെ മനോഭാവം ജനക മഹാരാജാവിൻ്റേത് പോലെയാണ്. അദ്ദേഹത്തെ പോലെ വൈരാഗിയായി ലോകം ആസ്വദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ജനകനാവാൻ കഴിയുകയില്ല. ജനകൻ എത്രമാത്രം തപസ്സനുഷ്ഠിച്ചു. ലോകത്ത് വൈരാഗിയായി ജീവിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും തീവ്രമായ ശിക്ഷണങ്ങൾ നിങ്ങൾ പരിശീലിക്കേണ്ടതില്ല. നിങ്ങൾക്ക് സാധന ആവശ്യമാണ്. ഏകാന്തതയിൽ ദൈവജ്ഞാനവും സ്നേഹവും നേടിയതിനു ശേഷം ഒരു ഗൃഹസ്ഥൻ്റെ ജീവിതം സന്തോഷമായി നയിക്കാൻ നിങ്ങൾക്ക് കഴിയും. ജനകൻ മഹാനായ രാജർഷിയായിരുന്നു. അദ്ദേഹം 2 വാളുകൾ കൊണ്ട് തനിക്ക് ചുറ്റും വേലി കെട്ടി. ഒന്ന് അറിവിൻ്റെയും മറ്റൊന്ന് കർമ്മത്തിൻ്റെയും. ജനകനെ വിദേഹ എന്നും അറിയപ്പെടുന്നു. അതായത് ശരീരബോധത്തിൽ നിന്നും മുക്തനായവൻ. ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എങ്കിലും അവൻ ജീവൻ മുക്തനായിരുന്നു. ശരീരത്തിൽ ജീവിക്കുന്ന എന്നാൽ അതുമായി ബന്ധിക്കപ്പെടാത്ത ഒരു സ്വതന്ത്ര ആത്മാവായിരുന്നു അദ്ദേഹം. ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് തീവ്രമായ ആത്മീയ അച്ചടക്കം ആവശ്യമാണ്. മിക്ക ആളുകൾക്കും ശരീരബോധത്തിൽ നിന്നുള്ള മോചനം വളരെ അകലെയാണ്. 2 ജ്ഞാനികൾ, ഒരാൾ ഒരു ഗൃഹസ്ഥനും മറ്റൊരാൾ ഒരു സന്യാസിയുമാണെന്നിരിക്കട്ടെ. തിരിച്ചറിവുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഉത്തരം തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ 2 പേരും ഒരേ വർഗത്തിൽപ്പെട്ടവരാണ് എന്നാണ്. 2 പേരും ജ്ഞാനികളാണ്. അവർക്ക് ഒരേ അനുഭവവുമുണ്ട്. എന്നാൽ ഗൃഹസ്ഥനായ ജ്ഞാനിക്ക് ഭയപ്പെടാൻ കാരണമുണ്ട്. അയാൾ സ്ത്രീയുടെയും സ്വർണത്തിൻ്റെയും ഇടയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിരന്തരം മലിനജനം നിറഞ്ഞ ഒരു മുറിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും നിങ്ങളുടെ ശരീരം എപ്പോഴെങ്കിലും മലിനമാക്കപ്പെടുമെന്ന് ഉറപ്പാണ്. വെണ്ണ വേർതിരിച്ചെടുത്ത ശേഷം നിങ്ങൾ അതൊരു പുതിയ പാത്രത്തിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ അത് കേടാകാൻ സാധ്യതയില്ല. എന്നാൽ തൈര് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ നിങ്ങൾ വെണ്ണ സൂക്ഷിച്ചാൽ അത് അതിൻ്റെ രുചി നിലനിർത്തുമോ എന്ന് സംശയമുണ്ട്. അരി വറുക്കുമ്പോൾ കുറച്ച് ധാന്യങ്ങൾ വറചട്ടിയിൽ നിന്ന് നിലത്തേക്ക് ചാടുന്നു. ഇവ മല്ലികപ്പൂക്കൾ പോലെ വെളുത്തതാണ്. അവയിൽ ഒരു ചെറിയ കറ പോലുമില്ല. ചട്ടിയിൽ അവശേഷിക്കുന്ന ധാന്യങ്ങൾ പുതിയ മല്ലികാപുഷ്പം പോലെ കളങ്കമില്ലാത്തതാണെങ്കിലും അല്പം കറയുള്ളതാണ്. അതുപോലെ ലോകത്തെ ത്യജിച്ച ഒരു സന്യാസി ദിവ്യജ്ഞാനം നേടിയാൽ അവൻ കളങ്കമില്ലാത്ത മല്ലികപ്പൂ പോലെയാണ്. അറിവ് നേടിയതിനു ശേഷവും ലോകത്തിൻ്റെ വറച്ചട്ടിയിൽ തന്നെ കഴിയുന്ന ഒരാൾക്ക് അല്പം കളങ്കമുണ്ടായേക്കാം. ചന്ദ്രന് തീർച്ചയായും കറുത്ത പാടുകളുണ്ട്, പക്ഷേ അവ അതിൻ്റെ പ്രകാശം തടസ്സപ്പെടുത്തുന്നില്ല. ചില ജ്ഞാനികൾ മനുഷ്യരെ ഉയർത്തുന്നതിനായി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ജനകനും നാരദനും ശങ്കരനുമൊക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മരക്കമ്പ്
ഒരു പക്ഷിയുടെ ഭാരത്താൽ ചിലപ്പോൾ മുങ്ങിപ്പോയേക്കാം. ഭാരമേറിയ ഒരു തടിക്കഷ്ണം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ അത് ഒരു പശുവിനെയോ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ ഒരു ആനയെയോ പോലും താങ്ങി നിർത്തുന്നു. ഒരു ആവിക്കപ്പൽ വെള്ളത്തിലൂടെ കടന്നു പോവുക മാത്രമല്ല, അതിനൊപ്പം നിരവധി മനുഷ്യരെ കൊണ്ടുപോവുകയും ചെയ്യും. നാരദനെ പോലെയുള്ള അധ്യാപകരെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഭാരമുള്ള മരക്കഷ്ണത്തെ പോലെയോ ആവിക്കപ്പലിനെ പോലെയോ ഒക്കെ താരതമ്യപ്പെടുത്താം. ഡോക്ടർ: ജ്ഞാനം ഒരു മനുഷ്യനെ മൂകനാക്കുന്നു. അവൻ കണ്ണുകളടച്ച് കണ്ണുനീർ പൊഴിക്കുന്നു. അപ്പോൾ അവൻ ഭക്തനുമാകുന്നു. മാസ്റ്റർ: ഭക്തിയെ ഒരു വീടിൻ്റെ അകത്തെ മുറ്റത്തേക്ക് പ്രവേശനമുള്ള ഒരു സ്ത്രീയോട് ഉപമിക്കാം. ജ്ഞാനത്തിന് പുറത്തെ മുറികൾ വരെ മാത്രമേ പോകാൻ കഴിയൂ. ഡോക്ടർ: എല്ലാ സ്ത്രീകൾക്കും അകത്തെ മുറിയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാവുകയില്ല. അജ്ഞാനിയായ സ്ത്രീയെ എങ്ങനെ അകത്ത് പ്രവേശിപ്പിക്കും? ശരിയാണ്, ഒരു മനുഷ്യന് ശരിയായ പാത അറിയില്ലായിരിക്കാം. പക്ഷേ ഭക്തിയും ദൈവത്തെ അറിയാനുള്ള ആഗ്രഹവുമുണ്ടെങ്കിൽ അയാൾക്ക് ദൈവത്തെ പ്രാപിക്കാൻ നിശ്ചയമായും കഴിയും. ഒരിക്കൽ ഒരു ഭക്തൻ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനം നടത്തി. അയാൾക്ക് വഴിയറിയില്ലായിരുന്നു. തെക്കോട്ട് പോകുന്നതിന് പകരം അയാൾ പടിഞ്ഞാറോട്ട് പോയി. സംശയമില്ല, വഴി തെറ്റിപ്പോയി. പക്ഷേ അയാൾ എപ്പോഴും ആകാംക്ഷയോടെ ആളുകളോട് വഴി ചോദിച്ചുകൊണ്ടിരുന്നു. അവർ അയാൾക്ക് ശരിയായ നിർദ്ദേശങ്ങൾ നൽകി. ഇതല്ല വഴി, അതാണ് വഴി. ഒടുവിൽ ഭക്തന് പുരിയിലെത്താനും ആരാധന നടത്താനും കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അജ്ഞരാണെങ്കിൽ പോലും ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് വഴി പറഞ്ഞു തരും. ഡോക്ടർ: ശരിയായിരിക്കാം, പക്ഷേ വഴി തെറ്റിപ്പോയി. മാസ്റ്റർ: അതെ, അങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നു, സംശയമില്ല. പക്ഷേ അവസാനം ലക്ഷ്യത്തിലെത്തുന്നു. അത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായും മനസ്സിൽ സംശയങ്ങളുണ്ടായേക്കാം. ദൈവത്തിൻ്റെ രൂപം എന്താണ്? രൂപമില്ലാത്തവനാണെങ്കിൽ അവന് എങ്ങനെ രൂപമുണ്ടാകും? അഥവാ അവന് ഒരു രൂപമുണ്ടെങ്കിൽ എന്തിനാണ് അവന് ഇത്രയധികം രൂപങ്ങൾ? ഡോക്ടർ: ദൈവം ലോകത്തിൽ ഈ രൂപങ്ങളെല്ലാം സൃഷ്ടിച്ചു. അതിനാൽ അവന് തന്നെ ഒരു രൂപമുണ്ട്. അവൻ മനസ്സിനെ സൃഷ്ടിച്ചു. അതിനാൽ അവൻ രൂപരഹിതനുമാണ്. ദൈവത്തിന് എല്ലാം ആകാൻ സാധ്യതയുണ്ട്. മാസ്റ്റർ: ദൈവത്തെ സാക്ഷാത്കരിക്കുന്നത് വരെ ഇവയൊന്നും വ്യക്തമാവുകയില്ല. ഭക്തർക്ക് വേണ്ടി അവൻ വ്യത്യസ്ത രൂപങ്ങൾ സ്വീകരിക്കുകയും വ്യത്യസ്ത രീതികളിൽ സ്വയം പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഒരു മനുഷ്യൻ ഒരു ടബിൽ ചായം പൂശിയ ലായനി സൂക്ഷിച്ചു. വസ്ത്രങ്ങൾക്ക് ചായം പൂശാൻ പലരും അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വന്നു. അദ്ദേഹം ഓരോരുത്തരോടും ചോദിക്കും, നിങ്ങളുടെ തുണിയിൽ ഏത് നിറമാണ് പൂശേണ്ടത്? ചിലർ മഞ്ഞ നിറമെന്ന് പറയും, ചിലർ നീല നിറമെന്ന് പറയും. ആളുകളുടെ ആവശ്യമനുസരിച്ച് വ്യത്യസ്തമായ നിറങ്ങൾ വസ്ത്രങ്ങളിൽ പൂശിക്കൊടുത്തുകൊണ്ടിരുന്നു. ഒരേ ടബിൽ നിന്നാണ് അദ്ദേഹം വ്യത്യസ്തങ്ങളായ നിറങ്ങൾ അവരുടെ വസ്ത്രങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് വളരെ അത്ഭുതത്തോടെ ഒരാൾ അവിടെയുണ്ടായിരുന്നു. ആ മനുഷ്യനോട് ചായം പൂശിക്കൊണ്ടിരുന്ന ആൾ ചോദിച്ചു, അങ്ങേക്ക് എന്ത് നിറമാണ് വേണ്ടത്? അയാൾ പറഞ്ഞു, സഹോദര, നിങ്ങളുടെ പാത്രത്തിലെ ചായത്തിൻ്റെ നിറം എൻ്റെ തുണിയിൽ പൂശിത്തരൂ. വേറൊരു കഥ പറയാം. ഒരു മനുഷ്യൻ ഒരു കാട്ടിൽ പോയി. ഒരു മരത്തിൽ മനോഹരമായ ഒരു ജീവിയെ അവൻ കണ്ടു. പിന്നീട് അയാൾ ഒരു സുഹൃത്തിനോട് അതിനെക്കുറിച്ച് പറഞ്ഞു. സഹോദര, കാട്ടിലെ ഒരു പ്രത്യേക മരത്തിൽ ഞാൻ ഒരു ചുമന്ന നിറമുള്ള ജീവിയെ കണ്ടു. സുഹൃത്ത് മറുപടി പറഞ്ഞു, ഞാനും അതിനെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളതിനെ ചുവപ്പ് എന്ന് വിളിക്കുന്നത്? അത് പച്ചയാണ്. മൂന്നാമതൊരാൾ പറഞ്ഞു, ഓ ഇല്ല ഇല്ല, എന്തുകൊണ്ടാണ് നിങ്ങളതിനെ പച്ച എന്ന് വിളിക്കുന്നത്? അത് മഞ്ഞയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ചിലർ അതിനെ വയലറ്റ്, ചിലർ നീല, ചിലർ കറുപ്പ് എന്നിങ്ങനെ പല വിധത്തിൽ വിശേഷിപ്പിക്കാൻ തുടങ്ങി. താമസിയാതെ അവർ അതേക്കുറിച്ച് തർക്കവും ആരംഭിച്ചു. ഒടുവിൽ അവർ ഒരു കാര്യം തീരുമാനിച്ചു, മരത്തിൻ്റെ അടുത്ത് എല്ലാവരുമായി പോയി നോക്കുക എന്ന്. അങ്ങനെ അവർ ആ കാട്ടിൽ ആ മരത്തിന് സമീപം ചെന്നു. അവർ പക്ഷിയെ കണ്ടില്ല. പക്ഷേ മരത്തിന് ചുവട്ടിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോട് അവർ തങ്ങളുടെ സംശയം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഞാൻ ഈ മരത്തിനടിയിലാണ് താമസിക്കുന്നത്. ആ ജീവിയെ എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ്. ചിലപ്പോൾ അത് ചുമപ്പ്, ചിലപ്പോൾ പച്ച, ചിലപ്പോൾ മഞ്ഞ, ചിലപ്പോൾ നീല, അങ്ങനെ പല നിറത്തിലും കാണപ്പെടാറുണ്ട്. ചിലപ്പോൾ അതിന് ഒരു നിറവുമില്ല എന്നും ഞാൻ കാണുന്നു. ഓന്തിന് വ്യത്യസ്ത നിറങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്നതുപോലെ ചിലപ്പോൾ അത് നിറമില്ലാതെ തുടരുമെന്നും മരത്തിൻ്റെ ചുവട്ടിൽ താമസിക്കുന്ന മനുഷ്യന് മാത്രമേ അറിയൂ. മറ്റുള്ളവർ മുഴുവൻ സത്യവും അറിയാതെ പരസ്പരം കലഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്നവന് മാത്രമേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയാൻ കഴിയൂ.
അതെ, ദൈവത്തിന് രൂപമുണ്ട്. വീണ്ടും അവന് രൂപമൊന്നുമില്ല. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ബ്രഹ്മം, അസ്തിത്വം, അറിവ്, ആനന്ദം, സമ്പൂർണം, തീരമില്ലാത്ത ഒരു സമുദ്രം പോലെയാണത്. സമുദ്രത്തിൽ കഠിനമായ തണുപ്പ് കാരണം അവിടെയും ഇവിടെയും ഹിമക്കട്ടകൾ രൂപം കൊള്ളുന്നു. തൻ്റെ ആരാധകരുടെ ഭക്തിയുടെ സ്വാധീനത്തിൽ അനന്തമായവൻ, അതായത് ഈശ്വരൻ, സ്വയം പരിമിതനായി രൂപാന്തരപ്പെടുകയും ആരാധകൻ്റെ മുമ്പിൽ രൂപമുള്ള ദൈവമായി പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അതായത് അമൂർത്തനായ അവൻ തൻ്റെ ഭക്തർക്ക് ഒരു മൂർത്ത വ്യക്തിയായി സ്വയം വെളിപ്പെടുത്തുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ സമുദ്രത്തിലെ മഞ്ഞുകട്ടകൾ ഉരുകുന്നത് പോലെ ജ്ഞാനം ഉയർന്നെഴുന്നേൽക്കുമ്പോൾ മൂർത്തനായ ദൈവം അമൂർത്തമായ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാകുന്നു. ഡോക്ടർ: അതെ, സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുരുകുന്നു. മാത്രമല്ല, സൂര്യൻ്റെ ചൂട് വെള്ളത്തെ അദൃശ്യമായ നീരാവിയാക്കി മാറ്റുകയും ചെയ്യുന്നു. മാസ്റ്റർ: അതെ, അത് സത്യമാണ്. ബ്രഹ്മം മാത്രമാണ് യഥാർത്ഥമെന്നും ലോകം മായയാണെന്നും ഉള്ള വിവേചനത്തിൻ്റെ ഫലമായി സാധകൻ സമാധിയിലേക്ക് പോകുന്നു. പിന്നെ അവന് ദൈവം ഒരു വ്യക്തിയാണെന്ന് തോന്നുകയേയില്ല. പിന്നെ ദൈവം എന്താണെന്ന് വാക്കുകളിൽ വിവരിക്കാൻ അവന് കഴിയുകയില്ല. ആരാണത് വിവരിക്കുക? വിവരിക്കേണ്ടവൻ തന്നെ അപ്രത്യക്ഷമാകുന്നു. അവനിൽ ഞാൻ ഇല്ല. അത്തരമൊരു വ്യക്തിക്ക് ബ്രഹ്മം ഗുണരഹിതമാണ്. ആ അവസ്ഥയിൽ മനുഷ്യൻ്റെ ഉള്ളിലെ ബോധത്താൽ ബോധമായി മാത്രമേ ദൈവത്തെ അനുഭവിക്കാൻ അവന് കഴിയൂ. മനസ്സിനും ബുദ്ധിക്കും അവനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. വൈരാഗ്യത്തിൻ്റെയും വിവേചനത്തിൻ്റെയും അവസാനം വരുന്ന സമാധിയിൽ ഞാൻ എന്നൊന്നും നിലനിൽക്കുന്നില്ല. എന്നാൽ അത് നേടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ബോധം വളരെ സ്ഥിരമായി നിലനിൽക്കുന്നതിനാൽ മനുഷ്യൻ ലോകത്ത് വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു.